രാഷ്ട്രപതി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നതിൻ്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശബരിമലയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ ഹെലികോപ്റ്റർ പ്രമാടത്തിറങ്ങുന്നത്. ഇവിടെ നിന്നാണ് പമ്പയിലേക്ക് രാഷ്ട്രപതി പോകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെയായിരുന്നു തലസ്ഥാനത്തെത്തിയത്. അവിടെ നിന്ന് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പ്രമാടത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപാഡിലാണ് രാഷ്ട്രപതി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം EV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ. 2 ഹെലികോപ്റ്റർ കാണുന്നുണ്ടായിരുന്നല്ലോ. ഇത് രാഷ്ട്രപതിക്കുള്ള എസ്കോർട്ട് ഹെലികോപ്റ്റർ ആയിരുന്നു. എന്താണ് വിവരം, പറയൂ. ഗുഡ് മോർണിംഗ് SK. രാഷ്ട്രപതിയെ വഹിച്ചുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയം മുമ്പാണ് പുറപ്പെട്ടത്. എന്തായാലും രണ്ടാമത്തെ ഹെലികോപ്റ്റർ പ്രമാണത്തെ ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപാഡിൽ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഹെലികോപ്റ്റർ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതിയുള്ള കാര്യം എന്നതിൽ നിലവിൽ സ്ഥിരീകരണമില്ല. ആദ്യം ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുകയും അതിൽ ഉദ്യോഗസ്ഥ സംഘം അതിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. എന്തായാലും അല്പസമയത്തിനകം, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ പ്രമാണത്തെ ഹെലിപാഡിൽ ഇറങ്ങുമെന്ന് തന്നെ വേണം പറയാൻ. 2 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ പ്രമാണത്തെ ഹെലിപാഡിലേക്ക് നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഏത് ഹെലികോപ്റ്റർ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ രണ്ടാമത്തെ ഹെലികോപ്റ്ററും നിലവിൽ പ്രമാണത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഇവിടെ നിന്ന് റോഡ് മാർഗം ആണ് പമ്പയിലേക്ക് പോവുക. ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത വഴി മണ്ണാളക്കുറിഞ്ഞി കടന്ന് നിലയ്ക്കൽ വഴി പമ്പയിലേക്ക് രാഷ്ട്രപതി കിടക്കും. ഏകദേശം 75 കിലോമീറ്ററാണ് നിലവിൽ പമ്പയിലേക്കുള്ള ദൂരം. 1.5 മണിക്കൂർ നേരം കൊണ്ട് VIP സുരക്ഷയിൽ പമ്പയിലെത്താമെന്നാണ് പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഈ റോഡ് സൗകര്യം ഉൾപ്പെടെ നിലവിൽ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റോഡ് ഗതാഗതത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൊതുവാഹനങ്ങൾ, ആളുകൾ ഉൾപ്പെടെ അങ്ങോട്ട് പ്രവേശിക്കുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു ക്രമീകരണം നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതിയും സംഘവും എന്തായാലും പ്രമാണത്ത് ഇറങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ഹെലികോപ്റ്റർ കൂടി ഇവിടെ ഇറങ്ങി. ഇതുവരെ 3 ഹെലികോപ്റ്ററുകളാണ് തിരുവനന്തപുരത്ത് നിന്നും രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും രാഷ്ട്രപതിയും സംഘവും പ്രമാണത്ത് ഇറങ്ങിയെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി ഹെലികോപ്റ്ററിൽ നിന്ന് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രാഷ്ട്രപതി പുറത്തിറങ്ങുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാഷ്ട്രപതി 9 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു നമുക്ക് രാവിലെ ലഭിച്ച അറിയിപ്പ്. അതിനുശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പമ്പയിലെത്തുന്ന രാഷ്ട്രപതി പമ്പാ നദിയിൽ സ്നാനം ചെയ്യും. പമ്പാ നദിയിൽ സ്നാനം ചെയ്തതിന് ശേഷം രാഷ്ട്രപതി പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം കെട്ടുനിറയ്ക്കും. അതിനുശേഷമായിരിക്കും കന്നിമാളികപ്പുറമായ രാഷ്ട്രപതി മല ചവിട്ടുക. ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഗൂർഖ ജീപ്പിലായിരിക്കും രാഷ്ട്രപതിയും സംഘവും സന്നിധാനത്തേക്ക് പോവുക. ഹൈക്കോടതിയുടെ അനുമതി പ്രകാരം നിലവിൽ 5 വാഹനങ്ങൾക്കാണ് രാഷ്ട്രപതിയുടെ പൈലറ്റ് ഉൾപ്പെടെ നിലവിൽ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിലായിരിക്കും രാഷ്ട്രപതിയും സംഘവും സന്നിധാനത്തേക്ക് എത്തുക. 11:50 സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തും. ഈ ക്ഷേത്ര ദർശന സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ രാഷ്ട്രപതിയെ സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ദേവസ്വത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസിൽ രാഷ്ട്രപതി വിശ്രമിക്കും. വിശ്രമം പൂർത്തിയായതിനു ശേഷം 3 മണിയോടുകൂടി തിരിച്ചിറങ്ങുന്ന രാഷ്ട്രപതി 5 മണിയോടെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഈ രീതിയിലാണ് ക്രമീകരണങ്ങൾ. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാണത്തെ ഈ ഹെലിപാഡിൽ നിന്ന് പമ്പയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഹെലികോപ്റ്ററുകൾ രാഷ്ട്രപതിയുമായി വഹിച്ച് എത്തിയ ഉൾപ്പെടെ 2 ഹെലികോപ്റ്ററുകൾ നിലവിൽ ഈ പ്രമാണത്തെ ഹെലിപാഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം രാഷ്ട്രപതിയും സംഘവും ഈ ഹെലിപാഡിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘത്തെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. 2000-ഓളം പോലീസുകാർക്ക് സുരക്ഷാ ചുമതലയിലുണ്ട്. ഈ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം അങ്ങനെ 3 സെക്ടറുകളായിട്ടാണ് പോലീസ് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം മറ്റ് ഇടങ്ങളിലും പോലീസ് സുരക്ഷയുണ്ട്. എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാണത്തെ ഹെലിപാഡിൽ ഇറങ്ങിയിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനത്തിനായി എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാണത്തെ ഹെലിപാഡിൽ ഇറങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നിലയ്ക്കലായിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ ഈ ചോപ്പർ ഇറക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ കാലാവസ്ഥാ പ്രശ്നങ്ങൾ പ്രതിസന്ധി ആയതോടുകൂടി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പ്രമാണത്തേക്ക് സ്ഥാനം മാറ്റിയത്. റോഡ് മാർഗം പമ്പയിലേക്ക് തിരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. നിലയ്ക്കൽ കടുത്ത മൂടൽ മഞ്ഞ്
കഴിഞ്ഞും പ്രതികൂല കാലാവസ്ഥയുമാണ് ഈ പ്രമാടത്ത് വാഹനത്തിൽ പ്രമാടം ഹെലിപ്പാഡിൽ ഇറങ്ങി പമ്പയിലേക്ക് പോകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ സുരക്ഷാ സംവിധാനത്തെ എത്തിയത്. എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാടത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങിയിരിക്കുന്നു. അവർ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ പമ്പയിലേക്ക് വാഹനത്തിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരിക്കുകയാണ്. 9 മണിയോടുകൂടി രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി അവർ കുറച്ചധികം നേരത്തെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് റോഡ് മാർഗം കനത്ത പോലീസ് കാവലിൽ 30-ലധികം വാഹനങ്ങളുടെ അകമ്പടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏകദേശം 1.5 മണിക്കൂർ എടുത്തുകൊണ്ട് പമ്പയിലേക്ക് തിരിക്കും. റോഡ് മാർഗമായിരിക്കും രാഷ്ട്രപതിയുടെ യാത്ര. കനത്ത സുരക്ഷ റോഡ് മാർഗത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള സിവിലിയൻസിന് ഹെലിപ്പാഡിൽ രാഷ്ട്രപതി ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് കാർ മാർഗം രാഷ്ട്രപതി പമ്പയിലേക്ക് പോകും. അവിടെ പമ്പ സ്നാനം അജണ്ടയിലുണ്ട്. അത് കഴിഞ്ഞാൽ ശബരിമല സന്നിധാനത്തേക്ക് പ്രത്യേക മാർഗം വഴി യാത്ര ചെയ്യും. തിരുവനന്തപുരത്ത് നിന്നായിരുന്നു രാഷ്ട്രപതി മുർമു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. 2 എസ്കോർട്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അല്പസമയത്തിനകം രാഷ്ട്രപതി ഔദ്യോഗിക കാറിൽ പമ്പയിലേക്ക് റോഡ് മാർഗം യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രമാടത്തെ സ്റ്റേഡിയം ഹെലിപ്പാഡിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. കനത്ത സുരക്ഷയാണ് പത്തനംതിട്ട ജില്ലയിൽ. ശബരിമലയിലും കനത്ത സുരക്ഷയുണ്ട്. 2000-ലധികം പോലീസുകാരെ പ്രത്യേക സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും ശബരിമലയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം കാർ മാർഗം പമ്പയിലേക്ക് തിരിക്കും. അവിടെ സ്നാനം കഴിഞ്ഞാൽ ഇരുമുടി കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് യാത്രയാകും. വി ജയശങ്കർ വീണ്ടും ചേരുകയാണ്. ജയശങ്കർ, വിശദാംശങ്ങൾ. അവിടെ താമസം ഉണ്ട് എന്നാണ്. ജനപ്രതിനിധികളൊക്കെ തന്നെ രാഷ്ട്രപതി സ്വീകരിക്കാനായി ഹെലിപ്പാഡിൽ എത്തിയിട്ടുണ്ട്. ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. പറയൂ ജയശങ്കർ. SKN ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നിലവിൽ ഈ പ്രമാടത്തെ ഹെലിപ്പാഡിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രാഷ്ട്രപതി ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഹെലിപ്പാഡിൽ നിന്ന് രാഷ്ട്രപതിയും സംഘവും വാഹന വ്യൂഹത്തിലേക്ക് നിലവിൽ തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം രാഷ്ട്രപതിയുടെ കോൺവേ ഈ പ്രമാടത്തെ ഹെലിപ്പാഡിൽ നിന്ന് പമ്പയിലേക്ക് തിരിക്കും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ വാഹന വ്യൂഹം ഇവിടെ നിന്ന് തിരിക്കും. നിലവിൽ ഈ ഹെലിപ്പാഡിൽ നിന്നും രാഷ്ട്രപതിയും സംഘവും വാഹനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 75 കിലോമീറ്ററോളം യാത്ര ചെയ്തു വേണം രാഷ്ട്രപതിക്കും സംഘത്തിനും പമ്പയിലെത്താൻ. ആദ്യഘട്ടത്തിൽ നിലയ്ക്കലിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി അവിടെ നിന്ന് പമ്പയിലേക്ക് കളക്ടറും SP ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രപതി സ്വീകരിച്ചു. നിയമസഭാംഗം പ്രമോദ് നാരായണനും അവിടെ രാഷ്ട്രപതി സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ കുശലം പറഞ്ഞതിന് ശേഷം രാഷ്ട്രപതി അല്പസമയത്തിനകം കാർ മാർഗം പമ്പയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം റോഡ് മാർഗമായിരിക്കും പമ്പയിൽ എത്തിച്ചേരുക. പമ്പയിൽ നിന്ന് പമ്പാ സ്നാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുമുടി കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് പോയി ശബരിമല ദർശനം നടത്താനാണ് രാഷ്ട്രപതിയുടെ നിലവിലെ പ്ലാൻ. കുറച്ച് സമയം ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിൽ രാഷ്ട്രപതി വിശ്രമിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വിവിധ ചടങ്ങുകളിൽ രാഷ്ട്രപതി ഇന്ന് തന്നെ പങ്കെടുക്കുന്നുണ്ട്. വാഹന വ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കകം പമ്പയിലേക്ക് തിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് പ്രമാടത്തു നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രമാദത്തെ ഇൻഡോർ സ്റ്റേഡിയമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ പ്രേക്ഷകർ കാണുന്നത്. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം നീങ്ങി തുടങ്ങിയിരിക്കുന്നു. പ്രമോദ് നാരായണൻ MLAയും ചിത്രത്തിൽ കാണാൻ കഴിയും, ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വി ജയശങ്കർ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, വാഹന വ്യൂഹം യാത്ര തിരിച്ചു കഴിഞ്ഞു. റോഡ് മാർഗം ഏതാണ്ട് 75 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം പമ്പയിലെത്താൻ. വിവരങ്ങൾ. SKN രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം പ്രമാടത്തിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു. SKN സൂചിപ്പിച്ചതുപോലെ 75ഓളം കിലോമീറ്റർ യാത്രയുണ്ട്. കാനനപാതയാണ്, വനപാതയാണ്. റോഡിന് വീതി അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് രാഷ്ട്രപതിയുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും ഈ വാഹന വ്യൂഹം മുന്നോട്ട് നീങ്ങുക. ഇന്നലെ രാത്രി വളരെ തിടുക്കപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പകരം ക്രമീകരണം ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ നിലയ്ക്കൽ ഇറങ്ങി രാഷ്ട്രപതിയെ അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെ തീരുമാനം. പക്ഷേ പ്രതികൂല
കാലാവസ്ഥയുണ്ടായി. ഈ നിലയ്ക്കൽ ഹെലിപ്പാഡിൽ വലിയ തോതിൽ മഞ്ഞിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യം കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രമാടത്തേക്ക് രാഷ്ട്രപതിയുടെ ഈ ഹെലികോപ്റ്റർ ഇറക്കം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഇവിടെ നിന്ന് 1.5-2 മണിക്കൂറോളം എടുത്തായിരിക്കും രാഷ്ട്രപതി പമ്പയിലെത്തുക. ആദ്യഘട്ടത്തിൽ 10:30 നിലയ്ക്കലെത്തുമെന്ന് അറിയിച്ച രാഷ്ട്രപതി ആ പ്ലാൻ മാറ്റി, ആ പദ്ധതി മാറ്റി 8:30 പ്രമാടത്ത് ഇറങ്ങുന്നു. ഇനി ഇവിടെ നിന്ന് റോഡ് മാർഗം 2 മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പമ്പയിലെത്തും. അതിനുശേഷം പമ്പാ സ്നാനം നടത്തും. പമ്പാ സ്നാനം നടത്തി പമ്പാ ഗണപതി ക്ഷേത്രത്തിന് സമീപം കെട്ട് നിറച്ചതിന് ശേഷം കന്നി മാളികപ്പുറമായിട്ടായിരിക്കും രാഷ്ട്രപതി ശബരിമല മല ചവിട്ടുക. ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഗൂർഖ ജീപ്പിലായിരിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനം. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് രാഷ്ട്രപതിയുടെയും ഒപ്പമുള്ളവരുടെ എല്ലാവർക്കും ചേർന്നുകൊണ്ട് 5 വാഹന വ്യൂഹമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ഈ 5 വാഹന വ്യൂഹത്തിൽ 5 വാഹനങ്ങളിൽ രാഷ്ട്രപതിയും സംഘവും 30ഓളം അടങ്ങുന്ന സംഘവും സന്നിധാനത്തേക്ക് പോകും. 11:50 തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു 18ാം പടി കയറി ദർശനം നടത്തും. ഉച്ചപൂജ സമയത്ത് സന്നിധാനത്ത് തുടരുന്ന രാഷ്ട്രപതി വിശദമായ രീതിയിൽ ജയശങ്കറാണ് പ്രമാണത്തിൽ നിന്നും വിവരങ്ങളുമായി ചേർന്ന രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം പമ്പയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.